ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്തൊക്കെയാണ്, അവരുടെ എനർജീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ ഏതൊരു സമയത്ത് കാണുന്ന ഒരു സമയത്ത് വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ ഒന്നും റെസണേറ്റ് ആവണമെന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓൾറൈറ്റ്, നമുക്ക് നോക്കാം. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ്. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. കറണ്ട് ഫീലിങ്സ്. അവർ ഇപ്പോൾ ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അവരുടെ ഫീലിങ്സ് എന്താണ്? ഓക്കെ, എന്തായാലും ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളെ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണെന്ന് കാണുന്നുണ്ട്. പക്ഷെ അവർ മറ്റൊരു പോസിബിലിറ്റിയിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവർ മറ്റൊരു പാത്ത് ചൂസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഈ ഒരു സമയത്ത് അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഹാർട്ട് ബ്രേക്ക് കാണിക്കുന്നുണ്ട്. അതായത് അത്രയും അവർക്ക് വേദന അനുഭവപ്പെടുന്നുണ്ട്. കാരണം അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ സക്സസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് മാത്രം അത്രയും തടസ്സങ്ങളാണ് അവർക്കും നിങ്ങൾക്കും ഈ ലൈഫിൽ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ കാണാനുള്ളത്. അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. മേ ബി അവരുടെ ശ്രമങ്ങളിലെല്ലാം കറൻ്റ്ലി അവരിപ്പോൾ പരാജയപ്പെടുന്നുണ്ട്. പക്ഷെ അവർക്ക് എന്തോ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട് എന്നുള്ളത് നമുക്കിവിടെ സ്ട്രോങ് ആയിട്ടുള്ള എനർജീസിൽ കാണിക്കുന്നുണ്ട്. ആൻഡ് എന്തിനും തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു പേഴ്സണെയാണ് കാണുന്നത്. അതായത് ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസിലാണ് അല്ലെങ്കിൽ ലോ കോണ്ടാക്റ്റിലാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. തടസ്സങ്ങൾ ഏറെയാണ് അവർക്ക് മുന്നിലെങ്കിലും ആ ഒരു ചെറിയ പാത്തിലൂടെ അവർ നിങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കും. അതായത് മറ്റൊരു വ്യക്തിയിലൂടെയോ ഒരു മീഡിയയിലൂടെയോ അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്കായിട്ടുള്ള പ്രണയം അവർ അതുപോലെ തന്നെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അവർ അതൊരിക്കലും മറ്റൊരാൾക്കും ഷെയർ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരാളെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. ആൻഡ് അവർക്കിപ്പോൾ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ അവരുടെ ലൈഫിൽ ഓൾറെഡി ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലുണ്ട്. കുറേ ഫാമിലി ഇഷ്യൂസൊക്കെ അവർ നേരിടുന്ന സമയമാണ്. ഫിനാൻഷ്യൽ ട്രബിൾ നേരിടുന്ന വ്യക്തികൾ കാണുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയാണ് ഈ റിലേഷൻഷിപ്പ് കാരണം അവരുടെ ലൈഫിൽ സംഭവിച്ചാലും അവരതൊന്നും കെയർ ചെയ്യില്ല എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോഴുള്ളത്. ആൻഡ് തീർച്ചയായിട്ടും അവർ ചില കാര്യങ്ങൾ നിങ്ങളോട് തുറന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഈ റിലേഷൻഷിപ്പിൽ കറൻ്റ്ലി ഇപ്പോൾ ഉള്ളൂ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അത്രയും മാത്രം ഡീപ്പായിട്ടുള്ള ഒരു സീക്രട്ട് അവർക്ക് നിങ്ങളോട് പറയാനുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അവർ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ചേഞ്ച് വരുന്നൊരു സമയത്തിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ റിലേഷൻഷിപ്പിലുള്ള ഇംബാലൻസ് സിറ്റുവേഷൻ മാറി കിട്ടുകയും നിങ്ങളും ഈ വ്യക്തിയുമായിട്ട് കോണ്ടാക്റ്റിൽ വരികയും ചെയ്യും. അവരതിനായിട്ടുള്ള ശ്രമങ്ങളിലാണെന്നുള്ളത് തന്നെയാണ് റിപ്പീറ്റായിട്ട് നമുക്ക് വരുന്ന ഒരു എനർജി. അതുപോലെ തന്നെ അവർക്ക് നേരിട്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവർക്ക് അത്രയും മാത്രം തടസ്സങ്ങളുണ്ട്. ഒന്നുകിൽ അവർ നിങ്ങളെ കോൾ ചെയ്യാൻ, അല്ലെങ്കിൽ അവർക്ക് മറ്റൊരാളിലൂടെ അവരുടെ കാര്യം നിങ്ങളെ അറിയിക്കാനുള്ളൊരു ചാൻസാണ് ഇവിടെ കാണുന്നത്. അതുമല്ലെങ്കിൽ അവർ നിങ്ങളെ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കാനുള്ള ചാൻസും കാണുന്നുണ്ട്. ഏതൊരു പാത്തിലൂടെയോ അവർ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഒരു സമയത്ത് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണും ഒരു ഹീലിങ്ങിൻ്റെ ആവശ്യമുണ്ട്. ഫിനാൻഷ്യലി ഉള്ള ട്രബിൾ അല്ലെങ്കിൽ മെൻ്റൽ സ്ട്രെസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പിരിച്വൽ പാത്തിലൂടെ തന്നെ അതിൽ ഒരു ചേഞ്ച് ഉണ്ടാകുമെന്നാണ് കാണുന്നത്. ആൻഡ്
ഒരുപാട് ഇൻറ്റ്യൂഷൻസ്, ഒരുപാട് ഡ്രീംസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ട്. ഈ വ്യക്തി മനസ്സിലാക്കുന്നു ഈ വ്യക്തി നിങ്ങളുമായിട്ടുണ്ടായിരുന്ന സമയത്താണ് ഒരുപാട് സന്തോഷവാനായിരുന്നത് അല്ലെങ്കിൽ സന്തോഷവാദിയായിട്ടുള്ളത്. അതുപോലെ തന്നെ അവർ അത്രയും പ്രാർത്ഥിച്ചിട്ടുള്ള, അവരുടെ മനസ്സിൽ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ. അവരുടെ ലൈഫ് ടൈമിൽ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു ലൈഫ് പാർട്ട്ണറാണ് നിങ്ങൾ എന്നാണ് അവരിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അത്രത്തോളമുണ്ട് അവർക്കിപ്പോൾ നിങ്ങളോടുള്ള ആ ഒരു മാനസികമായിട്ടുള്ള അടുപ്പം. അതുകൊണ്ട് തന്നെ റിയൽ ഫേസ് അവർ ഹൈഡ് ചെയ്തിരിക്കുകയാണ്. എത്രത്തോളം പെയിനാണ് ഈ ഒരു സിറ്റുവേഷനിൽ അവർ അനുഭവിക്കുന്നത് എന്നുള്ളത് അവർ ഹൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു എനർജി ചിലപ്പോൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് എത്ര മറക്കാൻ ശ്രമിച്ചാലും ഈ വ്യക്തിയെ മറക്കാനാവുന്നില്ല. ഒരു സമയത്ത് ഈ വ്യക്തിയുടെ ചിന്തകളില്ലാത്ത ഒരു മൊമെൻറ്റ് പോലും നിങ്ങളുടെ ഒരു ഡേ ലൈഫിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എപ്പോഴും ഈ വ്യക്തിയുടെ ഓർമ്മകൾ നിങ്ങളിലേക്ക് ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിനുള്ള കാരണമെന്ന് പറയുന്നത് തന്നെ ഒരു ചങ്ങലയിൽ എന്ന പോലെയുള്ള ഒരു ബന്ധനം അല്ലെങ്കിൽ ഒരു ബന്ധം, ഈ വ്യക്തിയുമായിട്ട് ഒരു കണക്ഷൻ നിങ്ങൾക്കുണ്ട്. സോൾ ടൈ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ആ ഒരു ആത്മബന്ധം ഒരിക്കലും മുറിച്ചു മാറ്റാൻ പറ്റാത്ത രീതിയിലുള്ള ആ ഒരു ബന്ധം ഈ റിലേഷൻഷിപ്പും നിങ്ങൾക്കും ആ പേഴ്സണും തമ്മിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലും എപ്പോഴും ആ വ്യക്തിയുടെ ആ ഒരു പ്രസൻസ് ഫീൽ ചെയ്യുക, ആ വ്യക്തിയെ സ്വപ്നങ്ങളിൽ കാണുക, ആ വ്യക്തിയുമായിട്ട് കണക്റ്റ് ആവുന്ന കുറേ കാര്യങ്ങൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതെല്ലാം തന്നെ ഈ വ്യക്തിയുടെ ആ ഒരു റിയൽ ലവ് സ്റ്റോറിയാണ് കാണിക്കുന്നത്. അത്രത്തോളമാണ് നിങ്ങളെ പ്രണയിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഈ വ്യക്തി നിങ്ങളറിയാതെ തന്നെ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. വളരെ ശക്തമായിട്ട് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു തിരിച്ചു വരവ് ഒരുപാട് തരത്തിലുള്ള ഇഷ്യൂസ് അവർക്ക് അവരുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷെ അതൊന്നും അവർ കെയർ ചെയ്യില്ല. എന്തിനേയും എതിർത്തുകൊണ്ടുള്ള ആ ഒരു ശക്തിയോട് കൂടി തന്നെ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുവെന്ന് മനസ്സിലാക്കുക. ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ ഒന്നും റെസനേറ്റ് ആവില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായില്ലെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനും. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.